ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയുടെ കാര്യത്തിൽ നയനയ്ക്കും ആദർശനും സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അവർ ഭയങ്കരമായിട്ട് ഇപ്പം എന്താണ് നവ്യയുടെ സ്ഥിതിയെന്നറിയാൻ തിരക്കിട്ടോടി പാഞ്ഞ് നടക്കുക. ഈ സമയത്താണ് തൻ്റെ പ്രതിഷേധങ്ങളെല്ലാം മാറ്റിവെച്ച് നന്ദുവിനെ മരുമകളാക്കുമെന്നും പറഞ്ഞ് പത്മ അവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് പോയി സകലതും. നന്ദു ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഈ സമയം നമ്മുടെ കനക അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ചായയൊക്കെ കൊടുത്ത് അവർ കുടിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം മാറി പത്മ പുതിയൊരാളായിട്ട് വന്നിങ്ങനെ സംസാരിക്കാം. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം നന്ദുവിനോട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ നന്ദുവിന് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് ഇതുവരെ നന്ദുവിനെ ശരിക്കും കണ്ടിട്ടില്ലെന്നൊക്കെ പത്മ പറയാം. എന്തായാലും എൻ്റെ മോനെ ഇവളെ ഇഷ്ടപ്പെടാനും കാരണങ്ങളുണ്ട് എന്നൊക്കെ പത്മ ഇങ്ങനെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നതേ ഇനിയിപ്പോൾ നവീൻ്റെ അച്ഛൻ വന്നാൽ ഉടനെ നമുക്ക് ഈ ബന്ധമൊന്നും നടത്താമെന്നൊക്കെ പറഞ്ഞ് ഇവർ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. ഇവർ പോവുകയും ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വരാനൊക്കെ പറഞ്ഞ് ഇവരെ ക്ഷണിക്കുകയും ചെയ്തു വീട്ടിലേക്ക്. അതും കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്ത് ചെയ്യും എന്നറിയാത്തൊരു ആദ്യമുണ്ട്. അപ്പം നവീനോട് ഇപ്പോൾ ഈ കാര്യമൊന്നും പറയണ്ട, നവീൻ ഞങ്ങളോട് പറയാതെയല്ലേ വന്ന് പെണ്ണാലോചിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ വന്ന കാര്യം അവൻ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നത്. അപ്പോഴത്തെ കനകയും ഗോവിന്ദനും ഓക്കെയും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കനക, എൻ്റെ ഗോവിന്ദേട്ടാ ഇപ്പോഴാണ് എനിക്കിന്ന് ശ്വാസം നേരെ വീണത്. എനിക്ക് ഞാനിത് സ്വപ്നം കാണുന്നത് തന്നെയാണോ? എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. പത്നി ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വന്നില്ല കനക്കെ, ഇനിയിപ്പോൾ സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദു അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ നന്ദു പോകുന്നത് കണ്ടപ്പോൾ നന്ദുട്ടാ നോക്ക്, ഇനി ഈ കല്യാണത്തിന് തടസ്സങ്ങളൊന്നുമില്ല. അമ്മയും അച്ഛനും ആഗ്രഹിച്ചതുപോലെ നവീൻ മോനും നീയുമായിട്ടുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്യും. ഇനി ഇതിൻ്റെ ഇടയിൽ നീ ഒരു കുനിഷ്ടം ഒപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനെന്ത് കുനിഷ്ടം ഒപ്പിക്കാൻ, അമ്മയ്ക്ക് എന്താണെന്ന് ചോദിച്ചു. കനകെ നീ മോളെ വിട് എന്നും പറഞ്ഞു. എന്നിട്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പോൾ കനകയുടെ ഉള്ളിൽ ആ പേടി കൊണ്ടാണ് കനക ഈ പറയുന്നത്. അപ്പോൾ ഗോവിന്ദേട്ടാ എനിക്ക് എന്നാലും ഉള്ളിലൊരു പേടിയുണ്ടെന്ന് പറയുമ്പോൾ നീ എന്തിനാ ഏത് നേരം മോളോട് ഈ രീതിയിൽ സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിച്ചാൽ അത് ശരിയാവില്ല. എൻ്റെ ഉള്ളിലെ ടെൻഷനും കൊണ്ടല്ലേ ഗോവിന്ദേട്ടാ ഞാൻ. എന്തായാലും കനക ഇനിയിപ്പോൾ ഈ കല്യാണത്തിന് ഏറ്റവും തടസ്സമാണെന്ന് നമ്മൾ വിചാരിച്ച ആൾ തടസ്സം പറഞ്ഞിട്ടില്ല, പൂർണ്ണ സമ്മതമായിട്ട് ഇവിടെ വന്നു. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാലും നവീൻ മോനോട് ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നവീൻ മോനോട് പറയണ്ടേന്ന് ചോദിക്കുമ്പോൾ നവീനോട് പറയാം, അതെന്തായാലും അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനിനി സന്തോഷ വാർത്ത നയനമോളേക്ക് ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നയനയെ വിളിച്ചു. നയനയോട് വിവരം പറയുകയാണ്. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് പത്മവും അതുപോലെ അവരുടെ നവീൻമോൻ്റെ മുത്തശ്ശനും വന്നത്. അവർ വന്നിട്ട് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് പോയ കാര്യമൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നയന ഞെട്ടി. അപ്പോൾ ആദർശ് തൊട്ടരികിലുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ എന്നാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ സമ്മതമാണെന്ന് പറഞ്ഞിട്ട് പോയി. ചിങ്ങത്തിൽ വിവാഹം നടത്തണം എന്നാണ് പറഞ്ഞത്. നവീൻമോൻ്റെ അച്ഛൻ എത്തുമെന്നാണ് പറഞ്ഞത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്ക് ഉള്ളിലൊരു സങ്കടമാണെങ്കിലും അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നവീൻ നന്ദു വിവാഹം അനന്തപുരിയിൽ പാട്ടായി. അങ്ങനെ നവീൻ നന്ദുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും അതിനുശേഷം എന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഭയങ്കര പ്രോഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നയന ആദർശനോട് വിവരം പറയാം, ഒരു മഹാത്ഭുതം സംഭവിച്ചു എന്ന് പറഞ്ഞ്. എന്താ അമ്മ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പത്മാൻ്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിച്ചു, ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞെന്ന കാര്യം പറയാം. പത്മാൻ്റെ അങ്ങനെ പറഞ്ഞോ എന്ന് ആദർശ് ചോദിച്ചപ്പോൾ അതാ ഇപ്പം അമ്മ പറഞ്ഞതെന്ന്. അപ്പോൾ എന്തായാലും എനിക്ക് നിരാശ തന്നെയാണല്ലേ എന്ന് ആദർശ് ചോദിച്ചപ്പം അതങ്ങനെ ആയിരിക്കും ആദർശേട്ടാ, നമുക്കതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വിവരം അനി അറിയുമ്പം എനിക്ക് ശരിക്കും സങ്കടമാവും. പത്മാൻ്റെ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് അനി നിന്നിരുന്നതേ. ഇനിയിപ്പോൾ ആൻറ്റിക്കും കുഴപ്പമില്ലയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവന് ശരിക്കും ഷോക്കാവും, അത് ഉറപ്പാണ്. എന്തായാലും ഇത് അനിയോട് പറയണം, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നയന നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഈ വിവരം നേരെ നിന്ന് അനിയോട് പറഞ്ഞു, പിന്നെ അവിടെ ദേവയാനിയോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. അപ്പം നവ്യ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയ്ക്ക് ഭയങ്കര ടെൻഷനായി. നവീനോട് ഇത്രയൊക്കെ കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടും നവീൻ ഇതിൽ നിന്നൊന്നും പിന്തിരിയാതെ വീണ്ടും നന്ദു എന്നുള്ളൊരു ധാരണയിലേക്ക് പോകുന്നത് എന്താ, നന്ദുവിന് വേണം എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നത് എന്താ, ഇനിയിപ്പം അവൻ്റെ അമ്മയും കൂടി സമ്മതിച്ച സ്ഥിതിക്ക് എന്താകും സ്ഥിതി എന്നൊക്കെയുള്ള ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ നവ്യ നിൽക്കുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നന്ദുവിന് അവൻ ആഗ്രഹിച്ച ചെറുക്കനെ നഷ്ടപ്പെട്ടു പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ
അഭി കയറി വരുന്നത്. അഭി കയറി വന്നപ്പോഴത്തേക്കും നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. നീ അറിഞ്ഞോ നന്ദുവും അതുപോലെ നവീനുമായിട്ടുള്ള കല്യാണത്തിന് നവീൻ്റെ അമ്മ സമ്മതിച്ചെന്ന്. സമ്മതിച്ചോ? സത്യമാണോ? ആ, സമ്മതിച്ചെന്നാണ് പറയുന്നത് കേട്ടത്. ഓ ദൈവമേ, ഇനിയിപ്പോൾ എന്തായാലും എനിക്കും അവന്തിക്കും ഇടയിലുള്ളൊരു വലിയ തലവേദന അങ്ങ് ഒഴിവായല്ലോ. എടാ, അതിന് നന്ദു വേറെ വിവാഹം കഴിഞ്ഞ് പോയാലും അവന്തിക്ക് അവൻ വിവാഹം കഴിക്കില്ലെന്നല്ലേ പറയുന്നത്. പിന്നെങ്ങനെയാ? അതൊക്കെ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ അവൻ ഏത് കല്യാണത്തിനും സമ്മതിക്കും, അത് ഉറപ്പുള്ള കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഇവർക്കെല്ലാവർക്കും സന്തോഷമായി. ഇങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം അനന്തപുരിയിൽ സംസാരിച്ചും ഇതൊരു വലിയ പാട്ടായി വിഷയമായി ഇങ്ങനെ നിൽക്കുവാണ്. ജലജയ്ക്കും സന്തോഷമായി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരിങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സേവിയറിൻ്റെ കോള് വരുവാണ്. സേവിയറിൻ്റെ കോള് ആദർശിന് വരുന്നു. അപ്പോൾ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. നവ്യയുടെ കോള് കാര്യങ്ങളെല്ലാം കിട്ടിയെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഈ വിവരം നയനയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം. അങ്ങനെ ആദർശ് നേരെ സേവിയറിൻ്റെ അടുത്ത് ചെന്നു. സേവിയറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ആദർശേട്ടാ. ഇനിയിപ്പോൾ നവ്യയെ നമ്മൾ പേടിക്കേണ്ടെന്നും പറഞ്ഞു. നവ്യ തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിത്വമാണെന്നും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നവ്യ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും പറയുക. അപ്പോൾ സത്യമാണോ സേവിയറേന്ന് ചോദിച്ചു കേട്ടോ. അതെ. അപ്പോൾ അതേ കുറച്ച് കോളും കാര്യങ്ങളും വിളിച്ചിരിക്കുന്ന നമ്പറുകളും കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ സേവിയർ ആദർശിന് കാണിച്ചും കൊടുത്തു. ഇതൊക്കെ കണ്ടു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിന് കൃത്യമായി മനസ്സിലായി നവ്യ ഇവർക്ക് തുണയായി നിൽക്കുകയാണ്, ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്, അതിനിടയിൽ കള്ളമോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി ആദർശിന്. നയനയ്ക്ക് ഉറപ്പായിരുന്നു നവ്യ നമ്മളെ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ നവ്യയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത്. ഞാനാണ് പിന്നെയും അതിന് എതിർത്ത് സംസാരിച്ചത്. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി ആദർശേട്ടാ, ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞു എന്ന് കരുതി എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്, വളരെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. നവ്യ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം കാര്യങ്ങൾ നീക്കാനെന്നും പറഞ്ഞു. ഇനി അഥവാ നവ്യ നമ്മുടെ സൈഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യയുടെ ജീവന് പോലും ഒരു പക്ഷേ ആപത്താകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ള കാര്യങ്ങളും ആദർശിനോട് പറഞ്ഞു കൊടുക്കുക സേവിയർ. അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശിന് മനസ്സിലായി അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇല്ല, എല്ലാം ഞാൻ നോക്കി ഇങ്ങണ്ടേ ചെയ്യുള്ളൂ എന്നും ആദർശ് സേവിയറിനോട് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോയി. അപ്പോൾ നയന ഈ വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നല്ലോ. ആദർശ് നേരെ നയനയുടെ അടുത്തേക്ക് പോയി. നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് നയനയോട് ഈ വിവരങ്ങളൊക്കെ പറയുവാണ് സേവിയർ പറഞ്ഞത്. അതുപോലെ തന്നെ നവ്യയുടെ ഉള്ളിലിരിപ്പോൾ എന്താണെന്ന് അറിയണം, നവ്യ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അറിയണം. അല്ലെന്നുണ്ടെങ്കിൽ നവ്യ നമുക്ക് ഇതായിട്ട് ചെയ്യുകയാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ട് നവ്യയുടെ ജീവൻ പോലും ആപത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സേവിയർ പറഞ്ഞതും ഇതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ ആദർശ് നയനയോട് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ ആദർശേട്ടാ, ചേച്ചിക്ക് അങ്ങനെയൊന്നും നമ്മളെ ചതിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ അവൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മാറിയത്, അങ്ങനെ മാറാനുള്ള കാര്യം എന്തായിരിക്കും എന്ന് ആദർശ് ചോദിക്കുമ്പോൾ അത് ഒരു പക്ഷേ ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്ന് ചേച്ചി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, അവൻ ചേച്ചിയെ ചതിക്കുകയാണെന്ന് ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം ചേച്ചിക്ക് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്. അല്ലാത്ത പക്ഷം ചേച്ചി അങ്ങനെ മാറേണ്ടതല്ല. കാരണം അബിക്ക് വേണ്ടി അതുപോലെ വാദിക്കുകയും അബിക്ക് വേണ്ടി അതുപോലെ നമ്മളെല്ലാവരുടെയും മുന്നിൽ വഴക്കുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത ആളാണ് ചേച്ചി. ആ ചേച്ചി അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് സപ്പോർട്ടായി വരണമെന്നുണ്ടെങ്കിൽ അബിയുടെ ചതി ചേച്ചി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കരുതാവെന്ന് പറയും. അപ്പോൾ എന്തായാലും ഇതിനൊരു തീരുമാനമാകുന്നതിന് മുമ്പ്, അതായത് എല്ലാവരോടും നവ്യ നമുക്ക് വേണ്ടി ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് മുൻപ് നവ്യയെ നേരിട്ട് കാണണമെന്നും നവ്യയെ നേരിട്ട് കണ്ട് നവ്യയുമായി സംസാരിക്കണമെന്നുള്ള കാര്യം ആദർശ് പറയാം. അങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുള്ളൂ. അപ്പോൾ ഒരു ചെവി അറിയാതെ നവ്യയെ കാണണമെന്നും നവ്യയെ കണ്ട് സംസാരിക്കണമെന്നും നവ്യയുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയണമെന്നും ആദർശ് പറഞ്ഞു. അപ്പോൾ അത് ശരിയാണ്, അങ്ങനെ ചെയ്യാമെന്ന് നയനയും പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനി അത് കഴിഞ്ഞപ്പം ഈ പത്മയ്ക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് അറിഞ്ഞതോടുകൂടി എന്താ പറയുന്നത്, ഒരു മരിച്ച വീടെന്നുള്ളൊരു രീതിയിലായി അനിയുടെ കാര്യം. ആരോടും മിണ്ടാതെ ആരോടും പറയാതെ ഒന്നിലും ഇടപെടാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നടക്കുക. അമ്മയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് അമ്മയും മുത്തശ്ശനും കൂടെ ചെന്ന് നാടകീയമായ രംഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു രീതിയിൽ നവീനോട് അവതരിപ്പിച്ചപ്പോൾ നവീനും ഞെട്ടിപ്പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് നവീനും മനസ്സിലായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലേക്ക് വന്നു നവീനും. അങ്ങനെ ഇവർ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇതിനിടയിൽ കിടന്ന് നമ്മുടെ നന്ദുവും അനിയും കിടന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നവീനും വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നവീന് പിന്മാറാനും പറ്റില്ല, മൊത്തം കുഴഞ്ഞു മറിഞ്ഞു. അങ്ങനെ ഇവരാകെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് നയന നവ്യയെ വിളിക്കുക, ചേച്ചി എനിക്ക് ചേച്ചി അത്യാവശ്യമായിട്ടൊന്ന് കാണണം, സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു.
അപ്പോൾ എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് നവ്യ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ചേച്ചിയെ കണ്ട് സംസാരിച്ചേ പറ്റൂ, അത് ഇവിടെ വെച്ച് പറ്റില്ല, പുറത്തെവിടെയെങ്കിലും വെച്ച് വേണമെന്നും പറഞ്ഞു. അപ്പോൾ നവ്യ ആദ്യമൊക്കെ എതിർത്തുട്ടോ, ഞാൻ വരില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നവ്യ നിർബന്ധിച്ച് വിളിക്കുകയാണ് നയന. അപ്പോൾ നയന അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മുനയിട്ടൊക്കെ സംസാരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നവ്യക്ക് പേടിയായി, ഇനിയിപ്പം അവളെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ, പ്രശ്നമാകുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത. അപ്പോൾ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നയനെ വിളിച്ചെടുത്തേക്ക് ഈ നവ്യ ചെല്ലും. അപ്പോൾ ആദർശം നയനയും കൂടെ ചെന്നു. ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നവ്യയാണെങ്കിൽ ദേഷ്യമൊക്കെ ഭാവിച്ച് ഇവരോട് കലിയുള്ള മട്ടിൽ മാതിരയിലൊക്കെ നിൽക്കുക. എന്തിനാ രണ്ടുപേരും എന്നെ കാണണമെന്ന് പറഞ്ഞത്? വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്ത് കാര്യമാണ് നിങ്ങൾക്ക് എന്നോട് പുറത്ത് വെച്ച് സംസാരിക്കാനുള്ളത്? എനിക്ക് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ജാടയിട്ട് സംസാരിക്കാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു നയന. അഭിനയോ? എനിക്കാരുടെ മുന്നിലൊന്നും അഭിനയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ചേച്ചി ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നില്ല, എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ചേച്ചിയോട് പറയട്ടെ എന്ന് ചോദിച്ചു. എന്ത് കാര്യങ്ങളാണെന്ന് ചോദിക്കുമ്പം ചില കാര്യങ്ങൾ അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നയനയും ആദർശവും കൂടി ചേർന്ന് നവ്യ ചെയ്ത കാര്യങ്ങൾ, അതായത് AN ജ്വല്ലറിയിൽ തകർത്ത കാര്യങ്ങൾ, അതുപോലെ AN ജ്വല്ലറിക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി കൊടുത്തിരുന്ന ന്യൂസുകളെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നവ്യയോട് അങ്ങ് പറഞ്ഞു. അപ്പോൾ നവ്യ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങളെ ഞാൻ എന്തിനാ സഹായിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചു ഭയങ്കര ഒരിത്. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ നയനയും അതുപോലെ ആദർശവും കൂടി ഇവരുടെ ഫോൺ കോൾ ഉണ്ടല്ലോ, ഈ നവ്യയുടെ കൂട്ടുകാരിയും കൂടിയുള്ള ഫോൺ കോൾ, അതങ്ങെടുത്ത് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും എന്തേ കിടക്കുന്നു, ഇത്രയും നേരം കിടന്ന് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയെന്ന് നവ്യയ്ക്ക് മനസ്സിലായി. നവ്യ അന്നേരത്തേക്കും മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. എന്തിനാ ചേച്ചി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നവ്യ എന്താണോ ഉദ്ദേശിച്ചത് അത് നവ്യ അങ്ങ് പറഞ്ഞു. നിങ്ങളെന്നോട് ക്ഷമിക്കാനൊക്കെ പറയാം, അവനെന്നെ ചതിച്ച സമയത്ത് അവന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്നോട് സത്യം പറഞ്ഞപ്പോഴും ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല, അവന് വേണ്ടി നിങ്ങളുടെ എല്ലാം മുന്നിൽ വാദിച്ചു, നിങ്ങളോട് ഒരുപാട് ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയാം. അവൻ എന്നെ കൂടെ നിന്ന് ചതിക്കായിരുന്നെന്നും അതുപോലെ അവൻ്റെ കുഞ്ഞാണ് ആദർശേട്ടൻ്റെ കുഞ്ഞായി വളരുന്നതെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഡേവിഡിൻ്റെ അടുത്താണ് ഞാൻ സത്യം അറിയാനായിട്ട് പോയത്, അവൻ്റെ മുടിനാരികളുമായിട്ട് ഞാൻ പോയി, പക്ഷേ അയാളും എന്നെ ചതിച്ചു, അയാളത് അവയുടെ കുഞ്ഞല്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ പറയാം. എന്നിട്ട് ആദർശനോട് മാപ്പും ചോദിക്കുകയാണ്. അവയുടെ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് അപമാനിച്ചിട്ടും വേദനിച്ചിട്ടുമുണ്ട്, അതിനൊക്കെ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് കൈ കൂപ്പി ക്ഷമ ചോദിക്കുക. അപ്പോൾ ആദർശ് പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെയൊന്നും വിചാരിക്കേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും അത് ഒരിതായിട്ട് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ. പക്ഷേ നിൻ്റെ ജീവിതം നന്നാകണമെന്ന് മാത്രമേ നവ്യ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ എല്ലാം ആദർശം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് എനിക്കും മനസ്സിലായി ആദർശേട്ടാ, പക്ഷേ തിരിച്ചറിവുണ്ടാകാൻ കുറച്ച് വൈകിപ്പോയി എന്ന് പറയാം. അപ്പോൾ പിന്നെ ഈ AN ജ്വല്ലറിയുടെ കാര്യങ്ങളും അബിക്ക് ആ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് നവ്യ മുഖേന വന്നിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവൻ എന്നെ ചതിച്ചപ്പോൾ ഞാൻ തകർന്നു പോയി, സത്യം പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി, മരിച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാണ്. പക്ഷേ ഞാൻ മരിച്ചാലും അവന് തന്നെയല്ലേ നേട്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനല്ല മരിക്കേണ്ടത്, അവനാ മരിക്കേണ്ടത്. അവൻ ഒറ്റയടിക്ക് മരിച്ചാൽ പോരാ, ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ കൂടെ നിന്ന് അവൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും ജ്വല്ലറിക്കിട്ട് ഞാൻ പണി കൊടുത്തത്, അതുപോലെ ജ്വല്ലറി തകർത്ത് തരിപ്പണമാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്, അവയുടെ കൂടെ നിന്ന് അവയുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തി അതിനെല്ലാം ഞാൻ കുറുകെ വരുന്നത്. അവനെ ഞാൻ അവസാനിപ്പിക്കും, ഇഞ്ചിഞ്ചായി അവനെ ഞാൻ അവസാനിപ്പിക്കുമെന്നുള്ള കാര്യവും പറയാം. അതുപോലെ തന്നെ അവന്തികയെ വിശ്വസിക്കരുതെന്നും അവന്തിക അവരുടെ പക്ഷമാണെന്നും പിന്നെ അവന്തിക അഭിനയിച്ച് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നതാണെന്നൊക്കെയുള്ള കാര്യങ്ങളും നമ്മുടെ നവ്യ പറഞ്ഞു. അങ്ങനെ നവ്യയും ആദർശവും നയനയും കൂടെ ഒറ്റക്കെട്ടാവുകയാണ്. ഇനി ഇവർ 3 പേരും കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് അനന്തപുരി ഭരിക്കാൻ പോകുന്നത്. അവിടെ അവന്തികയും ജലജയും അഭിയും നാഗേന്ദ്രനും ജാനകിയും അതുപോലെ ചെറിയച്ഛനും എല്ലാവരും പെടാൻ പോവുക. എല്ലാവർക്കുള്ള പണി ഇവർ ഒറ്റക്കെട്ടായി നിന്നങ്ങ് കൊടുക്കും. അങ്ങനെ നമ്മുടെ നവ്യ ഇതൊരു കാരണവശാലും ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് ആരും അറിയരുത്, ഞാൻ അങ്ങനെ നിങ്ങളുടെ സൈഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല, വരുന്ന ചതികളൊന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതാരും അറിയരുത്, ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന കാര്യമൊക്കെ പറഞ്ഞു നവ്യ. അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശനും നയനയ്ക്കും അത് ശരിയാണ് എന്ന് മനസ്സിലായി. അപ്പം ഞങ്ങളായിട്ട് ഇത് ആരോടും പറയില്ല എന്ന കാര്യവും പറയാം.
എന്തായാലും എൻ്റെ ചേച്ചി ഇങ്ങനെ മാറിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി ഇങ്ങനെ ആ ഒരു രീതിയിലായിരുന്ന സമയത്ത് എത്രത്തോളം ഞങ്ങൾ വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയാം. ഒരിക്കൽ പോലും എൻ്റെ ജീവിതം നശിച്ചു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ദോഷമായി വരാൻ ചെയ്തിട്ടുമില്ല. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ കൂടപ്പിറപ്പുകൾ പറഞ്ഞതൊന്നും കേൾക്കാതെ ഞാൻ അവന് വേണ്ടി വാദിക്കുകയും അവൻ്റെ സൈഡ് നിൽക്കുകയും അവന് വേണ്ടി ഓടുകയും ചെയ്തിരുന്ന സമയത്തും അവൻ എന്നെ കോമാളിയാക്കി നിൽക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അവനെയും അവൻ്റെ അമ്മയെയും അവൻ്റെ അച്ഛനെയും അവൻ്റെ പെങ്ങളെയും ഞാൻ മര്യാദ പഠിപ്പിക്കും. അവരെ ഞാൻ ഒന്നുമല്ലാതാക്കും. അവരെ ഞാൻ മരണത്തിൻ്റെ വക്കീൽ കൊണ്ട് നിർത്തും. നിങ്ങൾ നോക്കിക്കോ. അതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ നവ്യയും ഇവരും കൂടെ ഒരു ധാരണ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ എന്തായാലും ആദർശനോടും നയനയോടും ഒക്കെ ക്ഷമ പറഞ്ഞ് മാപ്പ് പറഞ്ഞ് നമ്മുടെ നവ്യ ആ ബന്ധം ദൃഢമാക്കി സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇനി അങ്ങോട്ട് അനന്തപുരിയിൽ എന്തൊക്കെ ഭൂകമ്പങ്ങൾ നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയില്ല എന്നും സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ എല്ലാവരുടെയും സ്നേഹത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.